ഫാമിലി വീക്കിൽ ഏവരും കാത്തിരിക്കുന്നത് ജാസ്മിന്റെ കുടുംബത്തിന്റെ വരവിനാണ്. സംഭവബഹുലമായിരുന്ന ജാസ്മിന്റെ ബിഗ് ബോസിലെ 70 ദിവസങ്ങളെ കുടുംബം എങ്ങനെ കാണുമെന്നറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ട്. ഒരുപക്ഷെ വീട്ടിലൊരു വഴക്കുവരെ നടന്നേക്കാം. ജാസ്മിന്റെ പ്രവൃത്തികളിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ടെന്ന് നേരത്തെ പ്രേക്ഷകർക്ക് സൂചന ലഭിച്ചിരുന്നു. വീട്ടിൽ നിന്നും ജാസ്മിന് വസ്ത്രങ്ങൾ അയക്കാതായതോടെയാണ് അഭ്യൂഹം വന്നത്. ഗബ്രിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മദേഴ്സ് ഡേയിൽ കത്തിലൂടെ ജാസ്മിൻ കുടുംബത്തെ അറിയിച്ചു. ഇതിലെല്ലാമുള്ള പ്രതികരണം ഒരുപക്ഷെ ഫാമിലി വീക്കിൽ കുടുംബം ജാസ്മിനെ അറിയിച്ചേക്കാം. അതേസമയം മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേരുടെയും വീട്ടുകാർ ഷോയിൽ വന്ന് മടങ്ങിക്കഴിഞ്ഞു. പുറത്തുവരുന്ന സൂചന പ്രകാരം ശനിയാഴ്ച ജാസ്മിന്റെ വീട്ടുകാർ വീട്ടിലേക്കെത്തും. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കുകയും ചെയ്യും. ജാസ്മിന്റെയും റസ്മിന്റെയും കുടുംബമാണ് ഇനി ബാക്കിയുള്ളത്. ഇവർ ഒരുമിച്ചായിരിക്കും ബിഗ് ബോസ് വീട്ടിലെത്തുക. ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് മാറ്റി. തിങ്കളാഴ്ചയാണ് ഷൂട്ട്. മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ ദിനമാണ്. പിറന്നാൾ ദിന പ്രത്യേക എപ്പിസോഡ് ഉണ്ടാകുമെന്നതാണ് സൂചന. ജാസ്മിന്റെ പിതാവാണ് ഫാമിലി വീക്കിൽ വരുന്നതെങ്കിൽ ഇത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പുറത്ത് കടുത്ത സൈബർ ആക്രമണമാണ് ജാസ്മിനു നേരെ നടക്കുന്നത്. എവിക്റ്റായ ഗബ്രിക്കും ഇതേ സാഹചര്യമാണ്. തന്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിടുന്നുണ്ടെന്ന് ഗബ്രി അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ ജാസ്മിന് നേരെ വരുന്ന അധിക്ഷേപങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുമെന്നും ഗബ്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കുടുംബം എന്തൊക്കെയാണ് ജാസ്മിനോട് സംസാരിക്കുക എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. ശ്രീധുവിന്റെ അമ്മ വന്ന് സംസാരിച്ച ശേഷം ശ്രീധുവിന് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അർജുനുമായി അകലം പാലിക്കണമെന്ന് ശ്രീധുവിനോട് അമ്മ പരോക്ഷമായി പറഞ്ഞു. ശ്രീധു ഇതനുസരിക്കുകയും ചെയ്തു. എന്നാൽ അർജുനോട് ഇത് സംസാരിക്കാതെ പെട്ടെന്ന് അകലം കാണിക്കുകയാണ് ശ്രീധു ചെയ്തത്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.